ഒരു ഇൻ്റർവ്യൂവിന് 2 പേര് പോയി. അതായത് 2 ആൾക്കാർ, കുറേ പേര് പോയി. അതിൽ ഈ 2 പേരാണ് ലാസ്റ്റ് വരെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആ ബോസ് ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ കമ്പനിയിലേക്കാണ് ഈ 2 പേര് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലിസ്റ്റ്. അപ്പോൾ ഇയാൾ ഫുൾ കൺഫ്യൂഷനിലാണ്. ബിക്കോസ് ഈ A and B 2 പേരാണ് ഉള്ളത്. ഈ Aയും Bയും ഭയങ്കര പെർഫോമേഴ്സാണ്. എല്ലാം ഈക്വലാണ് 2 പേരുടെയും. മാർക്ക് എന്ന് വെച്ചാൽ ഇവനും 98, ഇവനും 98, എല്ലാത്തിലും മാർക്കാണ്. ഇപ്പം എങ്ങനെ ഇനി ചൂസ് ചെയ്യും? ഇയാൾക്ക് ഒരാളെ മതി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? CCTV ക്യാമറ ഉണ്ടല്ലോ, ഇവരുടെ ബിഹേവിയർ വെച്ചിട്ട് ഇനി ഇവരെ ജഡ്ജ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വാട്ട് ഹീ സെഡ്, ഇയാളുടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട്, ഇയാളുടെ ഓൾറെഡി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട്, നീ ആ വഴി ഒന്ന് വെറുതെ നടന്നു പോകും, അവരുടെ മുമ്പിൽ കൂടെ അവർ കാണുന്നത് പോലെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറുതായിട്ട് ഒരു പേപ്പർ ചെറുതായിട്ടൊന്ന് കീറി ഇങ്ങനെ ചുരുട്ടി അവരുടെ മുമ്പിൽ തറയിലിട്ടിട്ട് നീ ഒന്ന് നടന്നു പോകുന്നു പറഞ്ഞു. അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. അതായത് ഈ 2 പേര് ഇങ്ങനെ ചെയറിൽ ഫയലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മുമ്പിൽ ഈ പറഞ്ഞ ആൾ ഇങ്ങനെ നടന്ന് പേപ്പറൊക്കെ കീറി അവിടെ തറയിലിട്ടിട്ട് അയാൾ നടന്നു പോയി. ഇത് കണ്ട അപ്പം തന്നെ ഒരുത്തിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അത് അവൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് മാറിയ ഒരു സാധനമാണ്. ചാടി എഴുന്നേറ്റ് അവൻ പോയിട്ട് ആ പേപ്പർ അങ്ങനെ എടുത്തിട്ട് അവൻ അവിടെ ഇരുന്ന ഒരു ഡസ്റ്റ്ബിന്നിൽ അവൻ ഇട്ടു. ഓക്കെ, ഇപ്പുറത്തിരുന്ന ആൾ അത് മൈൻഡേ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, A എന്ന് പറയുന്ന ഈ ഒരാൾക്കാണ് ജോലി കിട്ടിയത്. അതിൻ്റെ റീസൺ അവർക്ക് അപ്പോഴും അറിയില്ല. ഓക്കെ, അപ്പോൾ ബോസ് അകത്തേക്ക് വെച്ചു, മറ്റേ ആൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഈ A പറഞ്ഞു, സാർ എങ്ങനെയാണ് സാർ എന്നെ ചൂസ് ചെയ്തത്? ഫൈനലി പിന്നെ ഒരു റൗണ്ടും പോലും വെച്ചില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ എല്ലാം കാണുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഡസ്റ്റ്ബിന്നിൽ ഇത് ചുരുട്ടിയിടുന്നുണ്ടോ, എനിക്ക് അങ്ങനത്തെ ഒരാളാണ് വേണ്ടത്. ബിക്കോസ് എനിക്ക് വെറുതെ ജോലി മാത്രം എടുക്കുന്ന ഒരാൾ വേണ്ട, ഈ കമ്പനീനെ അവരുടെ ഓൺ കമ്പനിയായിട്ട് കാണുന്ന എനിക്കൊരാൾ വേണം. ഈ കമ്പനി സ്വന്തം കമ്പനിയായിട്ട് കാണുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ക്ലീൻ ആയിട്ടിരിക്കണമെന്നും തോന്നുള്ളൂ. മോൻ അത് ഓൾറെഡി ചെയ്തു. സോ ഐ റിയലി ലൈക്ക് യു ആൻഡ് യു ആർ അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞു. സോ ദിസ് വാസ് ലൈക്ക് എ വിന്നിങ് എഡ്ജ് ഫോർ ദിസ് ഗൈ. സോ ബിഹേവിയർ എന്ന് പറയുന്ന സാധനം നമ്മൾ ആരും കാണാത്തപ്പോൾ, ഇപ്പോൾ CCTV ഉണ്ടെന്ന് പോലും അറിയാണ്ടാണ് ഈ പയ്യനത് ചെയ്തത്. അപ്പം നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ പോലും നമ്മൾ ചെയ്യുന്ന ബേസിക് കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രായമുള്ള ഒരാൾ നടന്നു വരുമ്പോൾ അയാൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുക്കുക. ഒരു പ്രഗ്നൻറ്റ് ലേഡി നടക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറി ഇരുന്ന് കൊടുക്കുക. എല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു കൊച്ചിനെ എടുത്തോണ്ടോ, അല്ലെങ്കിൽ ഒരു കാല് വയ്യ, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ധൃതിയിൽ ഒരാൾ, പാവം സീരിയസ്ലി ധൃതിയുള്ള ഒരാൾ വരുവാണെങ്കിൽ, എക്സ്ക്യൂസ് മീ, യു ക്യാൻ കം ഫോർവേഡ്. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ കൂടി ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ നഷ്ടമാവുന്നേ ഉള്ളൂ. പക്ഷേ അവർക്കതൊരു വലിയ കാര്യമായിരിക്കും. മാത്രമല്ല, ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുമ്പം ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ബിഹേവിയറൽ സ്കിൽസ്.